അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. നല്ലൊരു മസാല തയ്യാറാക്കി പൊരിച്ചിട്ടെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാം മീൻ നന്നായിട്ട് കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ നമുക്കൊരു 6 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.25 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കളറും കൂടെ നമുക്ക് മീൻ ഫ്രൈക്ക് കിട്ടും. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാലയിലെ കുരുമുളക് ചെറിയൊരു തരിതരി പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുരുമുളക് പൊടിയായിട്ട് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പമുള്ള ഒരു വാളംപുളി എടുത്തിട്ട് ഇതുപോലെ പുളിവെള്ളം ആക്കി വെക്കുക. ഇതൊരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ കറിവേപ്പിലയും പെരിഞ്ജീരകമൊക്കെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനിതിവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കുരുമുളകിൻ്റെ തരിതരി പോലെ കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കിയതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 2 നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ മസാല മീനിലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് പുരട്ടിയിട്ടെടുക്കാം. മസാല എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം മീനിലേക്ക് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ മസാല എല്ലാം കൂടെ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ടെടുത്താലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. മീനിലെ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഉടനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതിൽ നല്ലത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. എങ്കിലേ ആ ഒരു മസാലയൊക്കെ മീനിനകത്ത് നല്ലപോലെ ഒന്ന് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് എടുക്കുകയാണ്. മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം തന്നെ നല്ല പോലെ തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കാം.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിയും കൂടെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പലരും ചെയ്യുന്ന ഒരു രീതി തന്നെ ആയിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.